കാറിടിച്ചു കൊന്ന പ്രതികൾക്ക് നേരെ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. അപകടം നടന്ന ആനൂർക്കാവിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ഇതോടെ തെളിവെടുപ്പ് നടത്താനാകാതെ പോലീസ് മടങ്ങി. കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ അജ്മലിനെയും ശ്രീകുട്ടിയെയും എത്തിച്ച് തെളിവെടുത്തു. താൻ പോലീസിൽ കീഴടങ്ങിയതാണെന്നും ലഹരി ഉപയോഗിക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്നും തെളിവെടുപ്പിനിടെ അജ്മൽ പറഞ്ഞു. അജ്മലിന്റെ അറസ്റ്റിലായതിനു ശേഷമുള്ള ആദ്യ പ്രതികരണമാണ്. ഞാൻ സ്വയമേ കീഴടങ്ങിയതാണ്. എനിക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗമുണ്ട്. ഞാൻ രക്ഷപ്പെട്ടില്ല. ഞാൻ സ്വയമേ കീഴടങ്ങിയതാണ്. വൈകിട്ടാണ് ഞാൻ അറിയാൻ സംഭവം ഒരാൾ മരണപ്പെട്ടത്. വണ്ടി ഇടിച്ച സ്പോട്ടിൽ അവൻ എന്നെ കഴുത്തേക്ക് ഒരു പിടിച്ച് ഇറങ്ങിവാടാ മറ്റേവെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അവൻ അതൊന്നും പറഞ്ഞില്ല. വണ്ടി അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയേനെ. അവൻ എന്നെ മർദ്ദിക്കാനാണ് നോക്കിയത്. എന്നിട്ടും പുറകെ വന്ന് എന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചു കൊടുക്കാനല്ല. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടി. ഇതൊന്നുമില്ല. അങ്ങനെ കുട്ടിയുടെ അടുത്ത് പൈസ വാങ്ങിയത് അങ്ങനൊന്നുമില്ല. ഇത് അബദ്ധം പറ്റിയതാണ്. മനഃപൂർവ്വം ചെയ്തതല്ല. അബദ്ധം പറ്റിയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അജ്മൽ പറയുമ്പോൾ അജ്മലിനെയും ശ്രീകുട്ടിയെയും വഴിയിൽ കിടത്തണം. കാർ ഇടിച്ചു കയറുന്നതിന്റെ വേദന അവരും അറിയണമെന്നാണ് കുഞ്ഞുമോളുടെ മകൾ വികാരാധീനയായി പറഞ്ഞത്. പ്രതികളെ കാണണമെന്ന് പറഞ്ഞ പോലീസ് ജീപ്പിനടുത്തേക്ക് എത്തുകയായിരുന്നു കുഞ്ഞുമോളുടെ മകൾ. അവനെ ജയിലിലല്ല വിടേണ്ടത്. ഇവിടെ റോഡിൽ കിടന്ന് അവരെ രണ്ടുപേരെ റോഡിൽ കടത്തണം, കയറ്റി ഇറക്കണം. ഇവിടെ കയറ്റി ഇറക്കണം. എന്റെ ഉമ്മിച്ച തിന്ന വേദന ഞങ്ങൾ കണ്ടു നിൽക്കണം. എന്റെ ഉമ്മിച്ച തിന്ന വേദന അവൻ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. ഇനി അവര് രണ്ടുപേരും ഡോക്ടറല്ല, അവള് ഡോക്ടറല്ല. അവളെ എവിടുത്തെ ഡോക്ടർ? അവളെ ഇവിടെ കടത്ത്. അവനെ ഇവിടെ കടത്തിട്ടോ. എന്റെ ഉമ്മിച്ച തിന്ന വേദന തീന്നണമെങ്കിൽ അവനെ രണ്ടുപേരെ ഇവിടെ കടത്തണം. ഞങ്ങളുടെ കൺമുന്നിലിട്ട് അവനെ കൊന്നതാ. രണ്ടുപേരെയും കൊന്നതാ. ഒന്ന് ഞങ്ങൾക്ക് സമാധാനം കിട്ടണോ? ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ ഇവിടെ എന്തിനാ അവനെ കൊണ്ടുവന്നേ? എന്ത് കാര്യത്തിനാ അവനെ കൊണ്ടുവന്നേ? ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പോയല്ലോ. ദിലീപ് ദേവസ്യ നമുക്കൊപ്പമുണ്ട്. ദിലീപ്, നമ്മുടെ മുന്നിൽ ആ മകൾ ചങ്ക് പൊട്ടി കരയുമ്പോൾ അതുപോലെ തന്നെയാണ് അവിടെ കൂടിയിരുന്ന നാട്ടുകാരായാലും കുഞ്ഞുമോളെ അറിയാവുന്ന ആളുകളൊക്കെ ഒരുപാട് അവിടെ വന്നു നിന്നു. ഈ പ്രതികൾക്ക് ഒരു കൂസലുമില്ല. നേരത്തെ ദിലീപിന്റെ മൈക്കിന് മുന്നിൽ അജ്മൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? പറ്റിപ്പോയി. ആ പറ്റിപ്പോയി എന്നൊരു വാക്കിൽ അജ്മലിന് അതൊക്കെ ഒതുക്കാം. പക്ഷേ കുഞ്ഞുമോളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തം ഉമ്മയെയാണ്. ആ ഉമ്മയുടെ നഷ്ടം അവർക്ക് നികത്താൻ കഴിയുന്ന ഒന്നല്ല താനും. എങ്ങനെയായിരുന്നു അവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ? ഹോട്ടലിലെ തെളിവെടുപ്പിന് ശേഷമാണോ ഈ അപകടമുണ്ടായ ഇടത്തേക്ക് ഇവരെ കൊണ്ടുവന്നത്? സുജിയ, പോലീസ് കസ്റ്റഡിയിൽ വിട്ട ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർക്ക് ഊണ് നൽകിയതിന് ശേഷമാണ് അവരെ ആദ്യം ആനൂർക്കാവിലേക്ക് എത്തിച്ചത്. അപകടം നടന്ന ഈ സ്ഥലത്ത്, അതായത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെയായിരുന്നു അപകടം നടന്നത്. ഇവിടെയായിരുന്നു ആദ്യം ഈ തെളിവെടുപ്പിനായി എത്തിച്ചത്. പക്ഷേ ഇവിടെ എത്തിച്ചപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ജനങ്ങളിൽ നിന്നുണ്ടായതിനെ തുടർന്നാണ് പിന്നീട് കരുനാഗപ്പള്ളിയിലേക്ക് മറ്റും പോയത്. അവിടെ വെച്ചാണ് റിപ്പോർട്ടർ ടിവിയോട് അജ്മൽ പറഞ്ഞത് തനിക്ക് പറ്റിപ്പോയെന്നും താൻ വാഹനത്തിൻ്റെ അടിയിൽ ഒരാൾ കിടക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ശേഷം രണ്ടാമതും പോലീസ് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് വീണ്ടും ജനരോഷം ആളിക്കത്തിയത്. ഈ സമയത്ത് ഇവിടുത്തെ ചേട്ടാ, ഇതുപോലെ മതി ഒരു തെളിവെടുപ്പ്? ഇങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ച തെളിവെടുപ്പ്? ഇതുപോണല്ല ഞങ്ങൾ വിചാരിച്ച തെളിവെടുപ്പ്. പോലീസിൻ്റെ നല്ലൊരു അന്വേഷണത്തിലുള്ള ഒരു തെളിവെടുപ്പാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു അപകടം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇല്ല, ഇവിടെ ഇങ്ങനൊരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇത് മുൻപൊരു ക്യാൻസർ രോഗിയായിരുന്നു. 4-5 വർഷം ചികിത്സയിലിരുന്ന പെൺകുട്ടിയാണ്. ഇത് ഇവിടെ ഈ കാറ് കൊണ്ടിരിക്കുമ്പോൾ പലരും കരഞ്ഞ് പറഞ്ഞതാണ് വണ്ടി നിർത്താൻ. എന്നിട്ട് ഈ ഡോക്ടർ എന്ന് പറയുന്ന സ്ത്രീ അവർ പ്രേരണയിലാണ് ഈ വണ്ടി വിട്ടുപോയി. ഈ 3 തവണയാണ് വണ്ടി കയറ്റി ഇറക്കി ഈ മൃഗീയമായി ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇവർക്ക് തക്ക ശിക്ഷ കൊടുക്കാതെ ഇറക്കിയാൽ ഇനിയും ഇവൻ്റെ പ്രവർത്തനം ഇത്തരം തരത്തിലായിരിക്കും. ഈ പോലീസിൻ്റെ ഇവിടെ നേരത്തെ തന്നെ പോലീസ് എത്തിയില്ല എന്നുള്ളതൊരു പരാതി നാട്ടുകാർ പറയുന്നുണ്ട്. ആവശ്യത്തിൽ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. വെറും 4 പോലീസുകാർ മാത്രമാണ് ഈ തെളിവെടുപ്പിൻ്റെ സമയത്ത് ഇവിടെ എത്തിച്ചു വരുന്നത്. അതിനെന്താണ്? അങ്ങനെയൊന്നുമല്ല, ഉണ്ടായിരുന്നു. അത്യാവശ്യം പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ജനങ്ങളുടെ വികാരം, ഈ നാടിനെ ഒന്നാകെ ഒരു ദുഃഖത്തിലാതെ, ഈ ആഘോഷങ്ങളും എല്ലാം നടക്കുന്ന ഈ സമയത്ത് നാടിനെ ഒന്നാകെ ദുഃഖത്തിലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് അവനെ എങ്ങനെയെങ്കിലും ഒരിക്കലും ഇനി പുറത്തിറങ്ങരുതെന്നുള്ള രീതിയിൽ അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഇതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്.
സുജിയ, ഇപ്പോഴും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്, അതായത് തെളിവെടുപ്പ് പൂർത്തിയാകാതെ പോലീസ് മടങ്ങിയതായിരുന്നു. വീണ്ടും ഇവിടെ പോലീസ് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. പക്ഷേ പോലീസിന് ഈ സാഹചര്യത്തിൽ ഇവിടേക്ക് പ്രതികളുമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത്രമേൽ ജനക്കൂട്ടം ഇവിടെയുണ്ട്. ആ ജനക്കൂട്ടം ഒന്നടങ്കം ആ പ്രതിഷേധത്തിലാണ്. പ്രതികളെ ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടത്, അതായത് ഈ വാഹനത്തിന് ചുറ്റിലും എത്തി അവിടെ പ്രതികളെ ഇറക്കാൻ പറ്റാത്ത തരത്തിൽ ആ വാഹനത്തിന് ചുറ്റുമെത്തി. പോലീസ് ആകെ 3 പോലീസ് ജീപ്പ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആവശ്യത്തിന് പോലീസുകാരും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അപ്പോഴാണ് നമുക്ക് ഈ തെളിവെടുപ്പ് പ്രതിയെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. കാണുന്നുണ്ടായിരുന്നു? ആ, കാണണമെന്നുണ്ടായിരുന്നു. പോലീസുകാർ ഇവിടെ ഇറക്കിയിട്ടില്ല? ഇല്ല, ഇറക്കിയിട്ടില്ല. എന്താണ് അങ്ങനെ പോലീസുകാരോട് നേരത്തെ പറഞ്ഞത്? നിങ്ങൾ എന്തായിരുന്നു പോലീസിനോട് നേരത്തെ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മൈനാഗപ്പള്ളിയിലെ പ്രതിഷേധ കാഴ്ചകളാണ് നമ്മൾ കുറച്ചു മുൻപ് കണ്ടത്. താങ്ക് യു ദിലീപ് ദേവസ്യ. അപ്ഡേറ്റുമായി ദിലീപ് ദേവസ്യാണ് സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേർന്നത്.